സുവിശേഷത്തിൻ ദീപതെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ ഈ മന്നയുടെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ആ ജനത്തെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം പ്രത്യേകമായി പേര് ചൊല്ലി വിളിച്ച ഒരു വ്യക്തിത്വമായിരുന്നു മോശ. മോശയെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തിയിട്ട് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. വിശുദ്ധ ഗ്രന്ഥം മോശയെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ദൈവത്തിന് പ്രിയങ്കരനായിരുന്നു മോശ. വീണ്ടും പറയുന്നുണ്ട്, ദൈവത്തെ മുഖാമുഖം കണ്ട വ്യക്തി മോശയായിരുന്നു. അതുപോലെ മോശയെക്കുറിച്ച് ദൈവം പറയുന്നതാണ്, ഈ ഭൂമുഖത്ത് എല്ലാ മനുഷ്യരും വെച്ച് സൗമ്യനായിരുന്നു. അപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവനും സൗമ്യനായവനും ശാന്തനായവനും, അങ്ങനെ മോശയുടെ വ്യത്യസ്തമായ സ്വഭാവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചിന്തിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിലൂടെ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുവാനും ഇന്നത്തെ ശുശ്രൂഷയിലൂടെ എനിക്ക് വ്യക്തിപരമായിട്ട് ആ മോശയിലുണ്ടായ ഗുണങ്ങൾ സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെയും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോശ ഒരു ഹെബ്രായനായിരുന്നെങ്കിലും ഈജിപ്ത് ദേശത്തിൻ്റെ രാജകൊട്ടാരത്തിലാണ് ജീവിക്കാനിടയായത്, വളർന്നു വന്നത്. അതൊരു ദൈവിക പദ്ധതിയായിരുന്നു. എന്ന് വെച്ചാൽ മോശ മാതാപിതാക്കൾ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ മോശയെ അങ്ങനെ വളർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടോ അല്ല, മറിച്ച് അതൊരു ദൈവത്തിൻ്റെ പദ്ധതിയിലൂടെയാണ് ആ വളർച്ച കടന്നു വന്നത്. മോശ അവിടെ കൊട്ടാരത്തിൽ വളരുന്നു. അവൻ അതിനുശേഷം പുറത്തേക്ക് ഈജിപ്ത് ദേശത്ത് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പക്ഷേ ഈ ഒരു വളർച്ചയുടെ കാലഘട്ടത്തിൽ രാജകൊട്ടാരത്തിൽ വളർന്ന മോശ എന്ന് വെച്ചാൽ ആ ഒരു സമൃദ്ധിയുടെ നടുവിൽ വളർന്ന മോശ ഒരിക്കലും തൻ്റെ ദേശത്തുള്ള മക്കളെ അവഗണിച്ചിട്ടില്ല, അവരെ മറന്നു കളഞ്ഞില്ല. എന്ന് വെച്ചാൽ അവരുടെ അടുക്കിലേക്ക് പോകാനും അവരെ അന്വേഷിക്കുവാനും അവന് താല്പര്യമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ അർഹിക്കാത്ത ചില സമ്പന്നതകൾ, ചില സമൃദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മളതിൻ്റെ അപ്പുറം നമ്മൾക്ക് കിട്ടാത്തതാണ് അല്ലെങ്കിൽ എനിക്ക് അർഹിക്കാത്തതാണ് ഈ കിട്ടിയതെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനോ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാനോ മറ്റുള്ളവരെ ഓർക്കാൻ പോലുമോ ഈ സമൃദ്ധിയിലൂടെ നമുക്ക് മറന്നു പോകാറുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. റോമ 9:16 പറയുന്നില്ല, മനുഷ്യൻ്റെ ആഗ്രഹവും പ്രയത്നവും അല്ല, ഇത് മോശയുടെ ആഗ്രഹവും പ്രയത്നവും അല്ല, ഇത് മോശയുടെ മാതാപിതാക്കളുടെ ആഗ്രഹവും പ്രയത്നവും അല്ല, പക്ഷേ ദൈവത്തിൻ്റെ ദയയാണ്, അതിലപ്പുറം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില സമൃദ്ധികൾ
പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ കടത്തുന്ന സമൃദ്ധികൾ ഓർക്കുക, അതൊരിക്കലും എനിക്ക് വേണ്ടിയല്ല, ഞാൻ സമ്പാദിച്ചത് എന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു സമൃദ്ധിയല്ല, മറിച്ച് അത് അനേകർക്ക് ആശ്വാസമായിട്ട് ശാന്തിയായിട്ട് മാറത്തക്കവണ്ണം ഈ സമൃദ്ധി മാറുമ്പോഴാണ് അവിടെ ഒരു ദൈവിക പദ്ധതി പൂർത്തിയാകുന്നത്. എല്ലാ ഹെബ്രായ ശിശുക്കളും ജനിക്കുമ്പോൾ തന്നെ വധിക്കപ്പെടണം, ആൺകുട്ടികൾ എല്ലാവരും വധിക്കപ്പെടണം എന്ന രാജകൽപ്പന നിലനിൽക്കുന്ന സമയത്താണ് മോശ ജനിക്കുന്നത്. പക്ഷേ ആ മോശയെ ദൈവം വധിക്കാൻ ഇടയാകാതെ രക്ഷിച്ചു. ഈജിപ്തിലെ കൊട്ടാരത്തിൽ, രൂപതയുടെ നേരത്തെ പറഞ്ഞത്, ഈജിപ്തിലെ കൊട്ടാരത്തിൽ വളർത്തി സ്വന്തം അമ്മയ്ക്ക് തന്നെ മോശയെ പാലൂട്ടി വളർത്താനായിട്ട് സാധിച്ചു. അതൊക്കെ ഭയങ്കരമായ ഒരു ദൈവിക പരിപാലനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിപരീത സാഹചര്യങ്ങളിലെല്ലാം ഈ ദൈവ പരിപാലന നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. അതിന് പിന്നിൽ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ രാജകൊട്ടാരത്തിൽ മോശ വളർന്നത് കൊണ്ട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 7:22 വായിക്കുകയാണ്, ഈജിപ്തുകാരുടെ എല്ലാ വിജ്ഞാനവും മോശ നേടി. മാത്രമല്ല, മോശ വാക്കിലും പ്രവൃത്തിയിലും കരുത്തനായിരുന്നു. ഹി വാസ് വെരി സ്ട്രോങ്. മോശയുടെ വാക്കിലും പ്രവൃത്തിയിലും ഭയങ്കര കരുത്തനായിരുന്നു. അപ്പോൾ മോശ വഴിയാണ് ഇസ്രായേൽ ജനത രക്ഷിക്കപ്പെടുക എന്ന് മോശയ്ക്ക് അറിയാമായിരുന്നു. അപ്പോസ്തല പ്രവർത്തനം 7:25 പറയുന്നുണ്ട്, മോശ വഴിയാണ്, താൻ മുഖാന്തരമാണ് ഇസ്രായേൽ ജനത രക്ഷിക്കപ്പെടും എന്ന് മോശയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന് ഒരു കാര്യം അറിയായിരുന്നു, ഇവൻ വാക്കിലും പ്രവൃത്തിയിലൊക്കെ കരുത്തൻ, സകല വിജ്ഞാനവുമുള്ള ഇവൻ ഈ സമയത്ത് പോയി ഇസ്രായേൽ ജനതയെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഇവൻ വലിയ അഹങ്കാരിയാകും. ദൈവം ഇവനെ വിളിച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന് സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ട് മോശ തയ്യാറാകുന്നില്ല. മോശ തൻ്റെ ആരോഗ്യത്തിലും വാക്കിലൊക്കെ പോയിട്ട് 2 ഹെബ്രായർ തമ്മിൽ ഇങ്ങനെ വഴക്കൂടുന്ന സമയത്ത് പോയിട്ട്, ഒരു ഈജിപ്തുകാരനും ഹെബ്രായനുമായിട്ട് വഴക്കൂടുന്ന സമയത്ത് അവിടെ ചെന്നു ഈജിപ്തുകാരനെ അങ്ങ് അടിച്ച് കൊന്നുകളഞ്ഞു. എന്നിട്ട് ഇത് കൊട്ടാരത്തിലറിഞ്ഞ് തൻ്റെ ജീവന് ഭീഷണിയാകുമെന്ന് ഭയപ്പെട്ട് മോശ മിദിയാനിലേക്ക് ഒളിച്ചോടിപ്പോവുകയാണ്. 40-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതെല്ലാം ദൈവ പദ്ധതിയാണ്. കാരണം ഈ കരുത്തുറ്റ, വാക്കിലും പ്രവൃത്തിയിലൊക്കെ കരുത്തുറ്റ മോശയെ പിന്നെ നമ്മൾ കാണുന്നത് വിക്കനായിട്ടാണ് കാണുന്നത്. അത് ദൈവത്തിൻ്റെ മോശയുടെ ട്രാൻസ്ഫോർമേഷനാണ്. മോശയെ എന്നിട്ട് ദൈവം മോശയെ ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ വിളിക്കുമ്പോൾ അന്നേരത്ത് മോശ പറയാണ്, ഞാൻ വിക്കനാണ്, എനിക്ക് കഴിവില്ല എന്നൊക്കെ. അപ്പോൾ അഹങ്കാരിയായ ഒരു വ്യക്തിയെ ദൈവം എളിമപ്പെടുത്തി, എന്നിട്ടാണ് ദൈവം തൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ്. ദൈവം മോശയെ അത്രമാത്രം സ്നേഹിക്കുന്നു. ഏശയ്യ 66:2 നമ്മൾ വായിക്കുന്നു, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ രക്ഷിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ നമ്മൾ പലപ്പോഴായിട്ട് വായിക്കുന്നുണ്ട്, അഹങ്കാരി ഞാൻ നിനക്കെതിരാണ് എന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് മോശയെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് മോശയെ ഒന്ന് ശരിക്കങ്ങ് എളിമപ്പെടുത്തിയിട്ടാണ് ദൈവം വീണ്ടും അതേ ഹെബ്രായർ ഇസ്രായേൽ ജനത ഉപേക്ഷിച്ച് കളഞ്ഞ അതേ മോശയെ തന്നെ തിരിച്ച് ഇവരെ മോചിപ്പിക്കാനായിട്ട് ദൈവം ഈജിപ്തിലേക്ക് അത് എളിമപ്പെടുത്തി, വിക്കനാണെന്ന് പറഞ്ഞ് ആ വിക്ക് മാറ്റിക്കൊടുക്കുക പോലും ചെയ്യാതെ ആ വിക്കോട് കൂടി തന്നെ ദൈവം മോശയെ കൊണ്ടുവരികയാണ്. ഞാനപ്പോൾ 1 കൊരിന്ത്യർ 1 27-28 വചനങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു, ശക്തമായവയെ ലജ്ജിപ്പിക്കാൻ അശക്തമായവയെയും ഇല്ലായ്മ തന്നെയും ദൈവം സൃഷ്ടിച്ചു, ദൈവം തിരഞ്ഞെടുത്തു. എന്നിട്ട് പറയാണ്, പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ് ദൈവം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ലോകത്തിന് മുമ്പിൽ ഒത്തിരി കഴിവുകളുള്ളവരെ ദൈവം ഒന്ന് എളിമപ്പെടുത്തി, അങ്ങനെയാണ് ദൈവം ഉപയോഗിക്കുക. അത് നമ്മളാരും അഹങ്കരിക്കാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ശരിക്കും ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ശ്രോതാക്കളും മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എന്തെങ്കിലും കുറവുള്ളവരാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെയാണ് കർത്താവിന് ഏറ്റവും കൂടുതൽ ആവശ്യം. നമ്മൾ ആ കുറവിനെ ഒന്ന് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ മതി. ഇതാ കരുത്തുറ്റ മോശയെ വിക്കനാക്കി മാറ്റി ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മളെ ഒക്കെ
ദൈവം നമ്മുടെ കുറവുകളിൽ നമ്മൾ ഉപയോഗിക്കും. മോശയുടെ ആ ഇങ്ങനെ ഒരു ബ്രദർ രൂപാന്തരീകരണം വന്നില്ലേ, ശരിക്കും ഇന്നത്തെ ഭാഷ പറഞ്ഞ ഒരു കരിസ്മാറ്റിക് ധ്യാനം കൂടി ഒരു പുതിയ വ്യക്തിയായിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോഴും മുൾപ്പടൽ പിന്നെ ഇങ്ങനെ തീജ്വാല കാണുന്നത്. അവിടെ മോശനെ വിളിക്കുമ്പോൾ മോശ പറയുന്നുണ്ട്, നീ എന്താ പറയണേ, എനിക്കിതെങ്ങനെ പറ്റും, എനിക്ക് സംസാര പാഠവുമില്ല. മോശ പുറപ്പാട് 4 ഇതിൽ പറയുന്നുണ്ട്, കർത്താവ് വിളിച്ചു, മോശ പറഞ്ഞു ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാനുള്ള വാക്ചാതുര്യമൊന്നുമില്ല, എവിടെ പോയാലും പ്രസംഗിക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാൻ എങ്ങനെ നയിക്കും ഇവരെ. അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. പുറപ്പാട് 4:11 പറഞ്ഞത്, കർത്താവ് അവനോട് ചോദിച്ചു, ആരാണ് മനുഷ്യന് സംസാര ശക്തി കൊടുത്തത്? കർത്താവായി ഞാനല്ലേ. വീണ്ടും പറയാണ്, ആകയാൽ നീ പുറപ്പെടുക, സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും, നീ പറയേണ്ടതെല്ലാം ഞാൻ നിന്നെ പറഞ്ഞു പഠിപ്പിക്കാം. അവിടുന്ന് മോശ ആരംഭിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മോശയുടെ സംഭവമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതമായി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. നമ്മൾ ഇന്ന് പലരും നമ്മുടെ കുറവിലേക്ക് നോക്കിയിരിക്കുക, ഈ പോരായ്മയിലേക്ക് തന്നിരിക്കുക. ദൈവം ഒത്തിരി സമൃദ്ധി നമുക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി കൃപാവരം കൊണ്ട് നിറച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജനനം മുതൽ ഈ നിമിഷം വരില്ല നമ്മുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയേ. ഈ കുറവിനെ, ഈ സമൃദ്ധിയിലേക്ക് നോക്കാതെ, ഈ നന്മയിലേക്ക് നോക്കാതെ, ഈ നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കാതെ, ഈ കുറവിലേക്ക് നോക്കിയിരുന്നിട്ട് മോശ പറഞ്ഞതുപോലെ കർത്താവ് ഞാൻ എങ്ങനെ പോവാ, ഞാൻ വിൽക്കണമല്ലേ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും 2 കൊരിന്ത്യർ 12:9 പറയുന്നുണ്ട്, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. എൻ്റെ കുറവുകൾ, എൻ്റെ പോരായ്മകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ തകർച്ചകൾ, എൻ്റെ സാമ്പത്തിക കടബാധകൾ കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ മുറിവുകൾ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുമുണ്ടല്ലോ, എൻ്റെ മുറിവുകൾ കർത്താവിൻ്റെ തിരുമുറിവിൻ്റെ അഭിഷേകത്താൽ ഒരു അനുഗ്രഹമാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരുന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം, ഒരിക്കലും നിരാശപ്പെട്ടിരിക്കാൻ വേണ്ടതല്ല ക്രിസ്ത്യാനി. കാരണം യേശയ്യാ പ്രവാചകൻ പറഞ്ഞില്ലേ, എൻ്റെ മുറിവുകളാണ് അവൻ വഹിച്ചത്, എൻ്റെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. ആ ദൈവത്തിലേക്ക് നമ്മുടെ മുറിവുകളും ദുഃഖങ്ങളും രോഗങ്ങളും തകർച്ചകളൊക്കെ സമർപ്പിച്ച് ചെയ്യുമ്പോഴല്ലോ അവൻ അഭിഷേകമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് നമുക്ക് തിരിച്ചു തരും. നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിരിക്കും എന്നുള്ളതാണ്. അല്ല, മോശയെ ദൈവം വിളിച്ചപ്പോൾ മോശ പറഞ്ഞ ഒരു ഉടക്കൻ ന്യായം എന്ന് വെച്ചാൽ, ഞാൻ വിക്കന ഒന്ന് വഴിമാറി പോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് പറയണത്, ദൈവമാണ് മോശയെ വിളിക്കുന്നത്. മോശ ദൈവത്തോട് പറയണം, ഞാൻ വിക്കന. ഈ വിക്കറിയാത്തൊരു ദൈവമാണോ മോശയെ വിളിച്ചത്? അല്ല. നമ്മളിൽ എന്താണോ ഉള്ളത് അത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്നവനാണ് നമ്മൾ ദൈവം. അപ്പോൾ ദൈവത്തെ ഒരു അപരിചിതരായിട്ട് കാണുന്നതാണ് നമ്മളിലുള്ള ഏറ്റവും വലിയ പരാജയം. എന്നുവെച്ചാൽ എൻ്റെ പ്രശ്നം അറിയാത്തൊരു ദൈവം എന്ന രീതിയിൽ നീ ജീവിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ദൈവത്തെ അറിയാത്തത് എന്നുള്ള ഒരു വലിയ പ്രഘോഷണം അവിടെ ഏറ്റുപറയുക ചെയ്യുന്നത്. എന്നുവെച്ചാൽ എൻ്റെ പ്രശ്നങ്ങൾ അറിയാത്ത, എൻ്റെ രോഗം അറിയാത്ത, എനിക്ക് എത്ര കടബാധ്യതയുണ്ടെന്ന് അറിയാത്തത്, അല്ലെങ്കിൽ എൻ്റെ ജോലിയില്ലാത്ത പ്രശ്നം അറിയുന്നത്, എൻ്റെ ഭവനമില്ലാത്ത പ്രശ്നം അറിയുന്ന ദൈവം. ആ ദൈവത്തെ ഒന്നും നമ്മൾ പഠിപ്പിക്കേണ്ട, ദൈവത്തെ ഒന്ന് നന്നായിട്ട് അറിയാൻ നീ ആഗ്രഹിച്ചാൽ മതി. ഈ മോശയെ വിളിക്കുമ്പോൾ മോശ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയതെന്ന് അറിയുന്നവനാണ് ദൈവം. ആ ദൈവമാണ് വലിയൊരു ദൗത്യവുമായിട്ട് മോശയെ തിരഞ്ഞെടുത്ത് അയക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ മോശ പറയുകയാണ്, ഞാൻ വിക്കനാണ്. അപ്പോൾ ദൈവത്തെ ആഴത്തിൽ മോശയ്ക്ക് അറിയില്ല, അല്ലെങ്കിൽ ഈ വിക്കിൻ്റെ സംഭവത്തിൽ ദൈവത്തിനെ ഒന്നും പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ള ഒരു വലിയ ഒരു ധാരണ മോശയിലുണ്ടായിരുന്നു. അത് നമ്മളിലുണ്ടെങ്കിലും നമ്മളതെടുത്ത് മാറ്റുക. എന്ന് വെച്ചാൽ എന്നിൽ എന്ത് കുറവുണ്ടോ ആ കുറവിനെ അറിയുന്നവനാണ് ദൈവം. രണ്ടാമത്തെ കാര്യം, മോശ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ അത്യപൂർവമായ ഒരു ശക്തി ദൈവം അയക്കുന്നുണ്ട്. കാരണം അതല്ലാതെ ഇത്രയും വലിയൊരു ജനത്തെ പുറത്തു കൊണ്ടുവന്ന് നയിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഒരു 4 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിവില്ലാത്തവനായിരുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കളുടെ മുമ്പിൽ പോലും എഴുന്നേറ്റ് നിന്ന് 2 വാക്ക് പറയാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. ആ എന്നെ ഇന്ന് ഇത്തരത്തിൽ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ കഴിവല്ലല്ലോ. ആ ഒരു കഴിവാണ് ദൈവം മനുഷ്യനിൽ പ്രകടിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് എൻ്റെ നേട്ടമാണ് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ദൈവം നിൻ്റെ പഴമയെ നിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് ഒരു പുതിയ ശക്തി തന്ന് ദൈവം നിന്നെ അഭിഷേകം ചെന്ന് അഴക്കുമ്പോൾ അതിൽ അഹങ്കരിക്കാൻ നിനക്കൊന്നുമില്ല. കാരണം ദൈവത്തിൻ്റെ ദാനമാണ്.
എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എന്ത് ചെയ്താലും നമ്മുടെ ആരോഗ്യം ആരുടെ ദാനമാണ്, നമ്മുടെ സമ്പത്ത് ആരുടെ ദാനമാണ്, ഈ നാവ് കൊണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ആരുടെ ദാനമാണ്, ഞാൻ കാണുന്നത്, കേൾക്കുന്നത്, ചിന്തിക്കുന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. എനിക്ക് അവകാശപ്പെടാനൊന്നുമില്ല. ഈ ഒരു ധാരണയിൽ ദൈവത്തിൽ ആശ്രയം വെച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ ശക്തി പ്രാപിക്കുക. ഫിലിപ്പിയർ 4:13 പറയുന്നില്ലേ, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. അല്ലാണ്ട് ഞാനല്ല ചെയ്യുന്നത്, എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. അവൻ കരുണയുള്ളവനാ, അവൻ എപ്പോഴും എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ മോശ ഈ ഒരു ശക്തിയിലാണ്. ആരുടെ ശക്തിയിൽ? മോശയുടെ ശക്തിയിലല്ല, ദൈവം തന്ന ശക്തിയിലാണ് അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ ചെന്ന് അവിടെ ഒരു വഴി വെട്ടാനായിട്ട് ഇടവരത്തക്കവണ്ണം ദൈവിക പ്രവൃത്തി ചെയ്യാൻ മോശ ഒരു ഉപകരണമായി മാറിയത്. പുറപ്പാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. അവർ പോകേണ്ട വഴിയിലൂടെയല്ല ദൈവം അവരെ നയിച്ചത്. വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. പോകേണ്ട ഒരു എളുപ്പ വഴി ഉണ്ടായിരുന്നു പൗരസ്ത്യദേശത്തൂടെ, പക്ഷെ അവിടെ കൂടിയല്ല ദൈവം അവർ നയിച്ചത്. കാരണം ഇവരുടെ മർക്കടമുഷ്ടിയും തന്നിഷ്ടഭാവവും അഹങ്കാരവും അറിയുന്ന ദൈവം ഇവർ തിരിച്ച് യുദ്ധം ചെയ്യാനായിട്ട് തിരിച്ചു പോയാലോ എന്ന് അറിഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്ത് ധരിച്ചുകൊണ്ട് മറ്റൊരു വഴിയിലൂടെ നയിച്ചു. ചെന്നെത്തിയതോ ചെങ്കടലിൻ്റെ മുമ്പിൽ. അവിടെ ദൈവിക ശക്തി ഇസ്രായേൽ ജനത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് അവൻ അവിടെ ഇടയായി. ചെങ്കടൽ, ആഴമേറിയ ചെങ്കടൽ, അതിൻ്റെ നടുവിലൂടെ ഒരു വഴി വെട്ടിയെന്ന് മാത്രമല്ല, അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഉണങ്ങി വരണ്ട ഒരു വഴിയാണ് അവർ വെട്ടിയത്. ഒരു നനവ് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ വഴിയിലൂടെ സഞ്ചരിച്ച ഇസ്രായേൽ ജനത്തിന് അവരുടെ വസ്ത്രത്തിൽ പോലും ഒരു നനവ് പറ്റിയിരുന്നില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കയ്യെത്തും ദൂരത്ത് ആരുണ്ട്? ഈ ചെങ്കടൽ നിൽപ്പുണ്ട്. ഈ ആഴമേറിയ ചെങ്കടൽ, മൂടിക്കളയത്തക്കമുള്ള ആഴമേറിയ ചെങ്കടൽ ഒരു കയ്യെത്തും ദൂരത്ത് ഭിത്തി പോലെ പൊങ്ങി നിൽപ്പുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ദൈവം പരിപാലിക്കുന്നുണ്ടാകാം, ദൈവം വഴി നടത്തുന്നുണ്ടാകാം, രോഗത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പ്രതിസന്ധിയിൽ നിന്ന് നിന്നെ രക്ഷിക്കുന്നുണ്ടാകാം. പക്ഷെ ഓർക്കുക, ഒരു കയ്യെത്തും ദൂരത്ത് ഇതൊക്കെ ഉണ്ടാകാം. പക്ഷെ നീ ഭയപ്പെടരുത്. നിനക്കൊരു പോറൽ പോലും ഏക്കില്ല. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അവൻ കർത്താവിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവനൊരു പോറൽ പോലും സംഭവിച്ചില്ല. ഇത് നിനക്ക് സംഭവിക്കാതിരിക്കണമെങ്കിൽ ആശ്രയത്വം ദൈവത്തിലാകണം. ചുറ്റുപാടും എന്ത് സംഭവിച്ചോട്ടെ, ഒരു കയ്യെത്തും ദൂരത്തെ തകർച്ചകളോ വേദനകളോ ഞെരുക്കപ്പെടുന്ന അവസ്ഥയോ എന്തു തന്നെ ഉണ്ടായാലും നിന്റെ ദൈവം വിശ്വസ്തനാണ്, അവനാണ് വഴിവിട്ടിട്ടുള്ളത്. ആ വഴിയിലൂടെ നീ ചരിക്കുക. വഴി മാറി പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ചെങ്കടലിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാറുണ്ട്. മോശ കരമുയർത്തി ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലെ അധികാര വടിയെടുത്ത് നീ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. മോശ കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരു വചനമുണ്ട്, പുറപ്പാട് 14:21. മോശ കടലിന് മീതെ കൈനീട്ടി, കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി. കടൽ ഒരു വരണ്ട ഭൂമി പോലെ വെള്ളം വിഭജിക്കപ്പെട്ടു. തിരമാല നിറയപ്പെട്ട ആ ചെങ്കടലിന് കരമുയർത്തി പ്രാർത്ഥിച്ചപ്പോൾ തെക്കൻ കാറ്റ് ഇറങ്ങി വന്നുകൊണ്ട്, സ്വർഗത്തിൽ നിന്ന് തെക്കൻ കാറ്റ് ഇറങ്ങുന്നുകൊണ്ട് ആ വെള്ളത്തിനെ വിഭജിച്ചുകൊണ്ട് മനോഹരമായ, നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു നാഷണൽ ഹൈവേ 47 വെട്ടി കൊടുത്തു ദൈവം. വരണ്ട ഭൂമി, ഒരു നാഷണൽ ഹൈവേ 47 അല്ലേ, ഒരു മനോഹരമായ ഒരു വഴി കർത്താവ് വെട്ടിക്കൊടുത്തു. ഈ സംഭവം വായിക്കുമ്പോൾ എനിക്ക് പുതിയ നിയമത്തിലേക്ക് ഒരു ചിന്തയാണ് ഇത് വരാറുണ്ട്. സാധാരണ ഞാൻ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ പറയാറുണ്ട്, വഴിമുട്ടിയ ഇസ്രായേൽ ജനത്തിനും വഴിമുട്ടിയ ശിഷ്യന്മാർക്കും വഴി തുറന്നു കൊടുത്ത പരിശുദ്ധാത്മാവേ. അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ വഴിമുട്ടി നിൽക്കുക. തൊട്ടു പുറകില് പട്ടാളക്കാർ വേറെ കൊല്ലുവാൻ വേണ്ടി, തൊട്ടു മുമ്പില് വെള്ളം, വഴിമുട്ടി. ഒരു രക്ഷയില്ല. ജീവിതം മടുത്തു. സാമ്പത്തിക കടബാധ്യത, രോഗങ്ങൾ, തകർച്ചകൾ എല്ലാം കൊണ്ട് ജീവിതം മടുത്തു. പക്ഷെ ദൈവം എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു അധികാരം തന്നിട്ടുണ്ട്, ഒരു അഭിഷേകത്തിൻ്റെ അധികാരം തന്നിട്ടുണ്ട്. ഈ അധികാരം ഉപയോഗിച്ച് ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക പദ്ധതി പ്രകാരമാണെങ്കിൽ എല്ലാ മേഖലകളും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ കർത്താവ് ക്രമീകരിക്കും. നോക്കിയേ, പുതിയ നിയമത്തിലേക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ശിഷ്യന്മാർ അല്ലെ, യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യഹൂദരെ ഭയന്ന് കഥകടിച്ചിരിക്കുക റൂമിനകത്ത് പേടിച്ച്. ഇപ്പോൾ കൊറോണ വന്നപ്പോൾ നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയല്ലേ, എല്ലാവരും വർഷങ്ങൾക്ക് മുമ്പ് ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു. വചനം പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ. യഹൂദരെ ഭയന്ന് അവർ ലോക്ക്ഡൗൺ ആയിട്ട് ഭവനത്തിൽ പേടിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പെന്തക്കോസ്ത് ദിന സമാഗതമായപ്പോൾ സ്വർഗത്തിൽ നിന്ന് കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഒരു ശബ്ദം അവർ കേട്ടു. നോക്കിയേ, പഴയ നിയമത്തിൽ തെക്കൻ കാറ്റ് കടന്നു വന്നുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് പുതിയ വഴി തുറന്നു കൊടുത്തതുപോലെ പുതിയ നിയമത്തിൽ കൊടുങ്കാറ്റടിക്കുന്ന ഒരു ശബ്ദം വന്നുകൊണ്ട് അവരിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് പേടിച്ചിരുന്ന പത്രോസിലിയ ശിഷ്യന്മാർ ദൈവം ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുത്തി. ഈ ലോകത്തിലേക്ക് ക്രൈസ്തവ സഭയെ കർത്താവിടെ രൂപമെടുക്കുക. ക്രിസ്ത്യാനി അവിടെ ആരംഭിക്കുക, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാം വിട്ടുകൊടുത്തു കഴിയുമ്പോൾ ദൈവം നമുക്ക്
പുതിയ വഴികൾ തുറന്നു തരുന്നുള്ളതാണ്. ആ വഴികൾ സമൃദ്ധിയുടെ വഴിയാണ്, സന്തോഷത്തിൻ്റെ വഴിയാണ്, സമാധാനത്തിൻ്റെ വഴിയാണ്. പറഞ്ഞില്ല, ഏശയ്യ 22:22 പറയുന്നുണ്ട്, ദാവീദ് ഭവനത്തിന് താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. എന്നിട്ട് പറയാണ്, അവൻ തുറന്നാൽ ആരും അടക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. കർത്താവ് തുറന്ന ആർക്കും അടക്കാൻ പറ്റില്ല, കർത്താവ് അടച്ച ആർക്കും തുറക്കാനും പറ്റില്ല. അത് നമ്മൾ ഈ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ മോശയുടെ വേറൊരു വലിയൊരു ക്വാളിറ്റി നമ്മൾ കാണുകയാണ്. കാരണം ദൈവമായിട്ട് ഇത്ര അടുത്ത ബന്ധമുള്ള ഈ മോശ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വലിയ കാര്യം, പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ അമലേക്യരുമായിട്ട് യുദ്ധത്തിന് പോകുന്ന ഇസ്രായേൽ ജനത ജോഷുവയുടെ നേതൃത്വത്തിൽ ജോഷുവയെ യുദ്ധം ചെയ്യാനായിട്ട് വിട്ടിട്ട് മോശയും അഹറോനും ഹൂറും കൂടി മലമുകളിലേക്ക് കയറുകയാണ്. മലമുകൾ എന്ന് പറയുമ്പോൾ അതൊരു വിശ്വാസത്തിൻ്റെ ഉന്നതമായ അവസ്ഥ. ആ മലമുകളിലേക്ക് കയറിയിട്ട് മോശ കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇസ്രായേൽ ജനത ജോഷുവയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ജയിച്ച് പോവാം. മോശയുടെ കരം എപ്പോൾ താഴ്ന്നോ അപ്പോൾ അമലേക്കരാണ് ജയിക്കുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അഹ്റോനും ഹൂറും കൂടി മോശ അങ്ങ് രാവിലെ തുടങ്ങി വൈകുന്നേരം ആയപ്പോഴേക്കും തളർന്നു. അപ്പോൾ ഒരു പാറക്കല്ലെടുത്ത് മോശ അതുമേലിരുത്തിയിട്ട് ഹൂറും അഹ്റോനും കൂടി ചേർന്ന് മോശയുടെ കരം ഇങ്ങനെ താങ്ങി പിടിക്കുകയാണ്. അങ്ങനെ മോശയുടെ കരം ഉയർന്നു നിന്നതുകൊണ്ട് താഴെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ജോഷുവ അമലേക്കരെ മുഴുവനും യുദ്ധത്തിൽ വധിച്ചു. വലിയ വിജയം ഇസ്രായേൽ ജനത്തിന് കിട്ടുകയാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇതിൽ 2 കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന്, ഞാനും നിങ്ങളും ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും, അത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലാകാം, സഹോദരങ്ങളുടെ ജീവിതത്തിലാകാം, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസത്തോടുകൂടി കരം വിരിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് അവർക്കൊരനുഗ്രഹമായിട്ട് മാറും. കർത്താവിൻ്റെ നാമത്തിൽ അവർ വിജയം പ്രാപിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു അടയാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, മക്കളുടെ അസ്വസ്ഥതകൾ, ജീവിത പ്രശ്നങ്ങൾ, രോഗം, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ അസ്വസ്ഥതപ്പെടാതെ നമ്മൾ ദൈവത്തിലേക്ക് കരമുയർത്തുക. ഇവിടെ കാണാവുന്ന വേറൊരു കാര്യമുണ്ട്. യുദ്ധം ചെയ്യുന്ന ജോഷുവയ്ക്ക് അറിയില്ല അവിടെ മേളിലിരുന്ന് മോശ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം. മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതെ. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ പിന്നിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെയും ഭാര്യയുടെയും അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയൊക്കെ കണ്ണുനീരാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവാനുഗ്രഹത്തിന് കാരണം. അത് നമ്മൾ മറന്നു പോകരുത്. കർത്താവ് തന്നെ നിയമാവർത്തന പുസ്തകം 8-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിന്റെ കരങ്ങളാണ് നിനക്കിത് നേടിത്തന്നത് എന്ന് നീ ഒരിക്കലും പറയരുത്. കാരണം നിൻ്റെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും അനുഗ്രഹം, അത് ഭൗതികമാകാം, ആത്മീയമാകാം, എന്തെങ്കിലും അനുഗ്രഹം വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്, ദൈവമാണത് തരുന്നത്. അതിൻ്റെ പിന്നിൽ അനേകരുടെ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കാനും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ പിന്നിലെ ദൈവാനുഗ്രഹത്തിന് നന്ദി പറയാനുമുള്ള ഒരു വലിയ ഒരു മെസ്സേജ് ഈ വചനഭാഗത്തിൽ നിന്നും മോശയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അല്ല, ഇതിൽ പറയുമ്പോഴേ ചെങ്കടലിന് നടുവിലൂടെ ഒരു വഴി വെട്ടിയ ദൈവം, ആ വഴി വെട്ടിയത് ഇവരെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ആ വഴിയില്ല. അതെ. ചിലപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും, ചില വേക്കൻസികൾ ചില സ്ഥാപനങ്ങളിൽ നമ്മൾക്ക് കയറാൻ വേണ്ടി മാത്രം ചില ചാൻസുകൾ വരാറുണ്ട്, അല്ലേ? ചില ഇടത്തൊക്കെ പ്രവേശനം കിട്ടുന്നത്, അല്ലെ ചില അനുഗ്രഹങ്ങൾ കിട്ടുന്നത്, അത് ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചില വാതിലുകൾ തുറക്കുക, പിന്നെ വാതിൽ തുറക്കില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഇസ്രായേൽ ജനം രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ, അവർ അക്രയത്തിൽ കഴിഞ്ഞപ്പോൾ ഈ വഴി കഴിഞ്ഞു. പിന്നെ ഒരു മാർക്ക് പോലും ഇല്ല, അങ്ങനെ ഒരു വഴി അവിടെ വെട്ടിയെന്നുള്ള ഒരു അടയാളം പോലും ഇല്ല. അതുപോലെ ആൻസർ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ സഹോദരങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില പേരുകൾ പറയും, ഇന്നാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വ്യക്തി പോലും അറിയുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. ഇപ്പോൾ നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് ആരൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി.
അതിൻ്റെ ഒരു അടയാളമാണ് നമ്മളിപ്പോൾ സ്ഥായിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ഹാർട്ട് പോലെയാണ്. ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്നാൽ അത് ഉള്ളിൽ കിടന്ന പിടിപ്പ് ഇടിക്കുന്നത് ഒരിക്കലും പുറത്ത് കാണില്ല. മധ്യസ്ഥ പ്രാർത്ഥന ആരെല്ലാം പ്രാർത്ഥിക്കുന്നുള്ളൂ അവരുടെ പ്രാർത്ഥനയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവർ അറിയില്ല, എന്നാൽ അവരുടെ പ്രാർത്ഥനയിലൂടെ മറ്റുള്ളവർ ദൈവിക ശക്തി അടയാളം കിട്ടുകയും ചെയ്യും. വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്ന വേറൊരു പ്രത്യേകതയാണ് മോശയിലൂടെ ദൈവം 10 കൽപ്പനകൾ ഈ ലോകത്തിലേക്ക് നമുക്ക് വേണ്ടി തിരിച്ചിരിക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൽപ്പനകളെ പാലിക്കുക. അപ്പോൾ എനിക്ക് ദൈവസ്നേഹത്തിനായിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കൽപ്പനകളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. നമുക്കറിയാം മോശ മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നപ്പോൾ ദൈവം അവൻ്റെ കയ്യിൽ 10 കൽപ്പനകൾ കൊടുത്തു. അതിനെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, 32:16 പറയുന്നുണ്ട്, ദൈവം തൻ്റെ വിരൽ കൊണ്ട് 2 കൽപ്പനകളുടെ ഇരുവശത്തും എഴുതി മോശയ്ക്ക് നൽകിയതാണ് 10 പ്രമാണങ്ങൾ. ഓക്കെ, ആ പ്രമാണങ്ങളാണ് നമ്മൾ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ പോലെ നമ്മൾ അനുസരിക്കുന്നതും സഭ അത് പാലിക്കുന്നതും. അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കണമെങ്കിൽ, വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ, വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ ഞാനായാലും എൻ്റെ കുടുംബമായാലും എൻ്റെ മക്കളായാലും ഈ 10 കൽപ്പനകൾക്ക് അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി നമ്മൾ ഓരോരുത്തരും കെട്ടിപ്പടുക്കുമ്പോഴാണ് സ്വർഗരാജ്യത്തിന് നമ്മൾ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. വീണ്ടും പറയുന്നത് നമ്മൾ ജെറമ്യ 31:33 പറയുന്നുണ്ട്, 31:33 കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും, ഞാൻ എൻ്റെ നിയമം അവിടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവിടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവം, അവർ എൻ്റെ ജനമായിരിക്കും. എൻ്റെ ഹൃദയത്തിലാണ് ഈ പ്രമാണങ്ങൾ എഴുതി വെക്കേണ്ടത്. മാർപ്പാപ്പ പറഞ്ഞതുപോലെ വിശുദ്ധ ബൈബിളിൽ സൂക്ഷിക്കേണ്ടത് അലമാരിയിലല്ല, എൻ്റെ ഹൃദയത്തിലാണ്. സങ്കീർത്തനം പറയുന്നില്ലേ, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോഴാണ് പാപം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. മോശയെപ്പോലെ വിക്കനായിരുന്നെങ്കിലും കുറവുള്ളവനായാലും അവൻ ദൈവത്തിലേക്ക് നോക്കി, ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തു. അവൻ കരം ഉയർത്തിയപ്പോൾ നോക്കി, അത്ഭുതം നോക്കി, അവനിലൂടെ ദൈവത്തിൻ്റെ ശക്തി ഒഴുകുക. ഓരോ സമൂഹത്തിലേക്ക്, പ്രകൃതി ശക്തിയിലേക്ക്, വ്യക്തികളിലേക്ക് അവരെ നയിക്കുവാനായിട്ട് ഈ ശക്തി ഒഴുകാൻ കാരണം എന്താ? മോശ ദൈവ പ്രമാണങ്ങളനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് മോശയെപ്പോലെ ആ പ്രമാണങ്ങൾ, ദൈവം കൊടുത്ത പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുമ്പോൾ എൻ്റെ കുടുംബം സ്വർഗത്തിലെ കുടുംബമായിട്ട് മാറുന്നുള്ളതാണ്. ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നമ്മൾ മോശ എന്ന വലിയ പ്രവാചകനെക്കുറിച്ച് കേൾക്കുകയായിരുന്നു. ഈ മോശയ്ക്കുണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ ദൈവകൃപകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പകർത്തുവാനായിട്ടാണ് ദൈവം അത് വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവ് എഴുതി ചേർത്തിരിക്കുന്നത്. നമ്മൾ മോശയിലുണ്ടായിരുന്ന ആ എളിമ, വിക്കനായിരുന്ന മോശ ബലഹീനത ഏറ്റുപറഞ്ഞ് ദൈവിക പദ്ധതിക്കായിട്ട് തന്നെ ദൈവത്തിന് കൊടുത്ത് ചേർന്ന് നിന്നതുപോലെ നമ്മുടെയും ജീവിതത്തിൽ ബലഹീനതകളുണ്ടെങ്കിൽ ആ ബലഹീനതകളിൽ ദൈവിക ശക്തി പ്രകടമാകുവാൻ ആ ബലഹീനത കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ പദ്ധതികൾക്കായിട്ട് നമുക്ക് ചേർന്ന് നിൽക്കാം. അതുപോലെ തന്നെ മോശ ചെങ്കടലിന് മുമ്പിൽ നിന്ന് കരം വിരിച്ച് പ്രാർത്ഥിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങളാകാം, കടബാധ്യതയാകാം, മറ്റ് പല കാരണങ്ങളാകാം, നമുക്ക് വിശ്വാസത്തോടുകൂടി കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് കരം വിരിക്കാം. ചെങ്കടലിൽ വഴിവെട്ടിയ കർത്താവ് നമ്മളുടെയും ഈ പ്രശ്നങ്ങളിൽ വഴിയൊരുക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാം. അതുപോലെ തന്നെ മോശ മലയിൽ കയറി യുദ്ധം ചെയ്യുന്ന ജോഷുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ അനേകം മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന മകനും മക്കളായിട്ട് നമുക്ക് മാറാം. ഇതിനെല്ലാമുള്ള കൃപ ദൈവം നമ്മളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന